ചേട്ടൻ ഒരു സ്ത്രീവിരുദ്ധനാണോ? 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. തൊപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിലെ സാംസ്കാരിക നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് പറ്റൂല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. എനിക്ക് ദേഷ്യക്കാരനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ദേഷ്യം വരും. വെരി സിമ്പിൾ. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോമഡിയൻ എന്നുള്ളൊരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും. കോമഡിയൻ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാനില്ല. ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. എൻ്റെ സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കൂല എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട്. രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണേണ് അഭിനയിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വിറക്കണേണ്, പുള്ളിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞ ആ ടൈം, ആ കഴിക്കുന്ന ടൈം ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിൽ ബോഡി ലാംഗ്വേജ് ആയാലും ഹെയർ ഒക്കെ കുറച്ച് കഷണ്ടി. അപ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷനൊക്കെ എടുത്തിരുന്നോ? പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഒട്ടും സംസാരിക്കാറില്ല. അത് എൻ്റെ ഏരിയയെ അല്ല. അത് മറ്റൊരാളുടെ ജോലിയിൽ ഞാൻ ഒരിക്കലും കൈയിടാറില്ല. എന്നാലും പക്ഷേ ഈ പടത്തിൽ വന്നു കുടവയർ ഇങ്ങനെ വെച്ച് അഭിനയിക്കേണ്ട വന്നു. പിന്നെ മേക്കപ്പിൽ അവർ നല്ല ഡിസൈനാണ്. മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആളല്ലേ? ഉണ്ട്. പുള്ളിയുടെ ഒരു പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ ചേട്ടൻ ക്യാരക്ടറായിട്ട് മാറുവാണോ? ഞാൻ വലുതാണെന്ന് ഞാൻ തന്നെ എങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ് പുള്ളി. KCBയിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയതാണ് പുള്ളി. വെൽ ഫിനിഷായിട്ട് ക്ലീനായിട്ട് എടുക്കുന്നൊരു ക്യാരക്ടറാണ്. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാറുള്ളൂ മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് അത് തന്നെ എനിക്കൊരു രസമായിട്ട് തോന്നി. ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ബേസിക് ബോഡി ഡിസൈൻ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടത്. ഈ പടത്തിലെ ഈ ക്യാരക്ടറിൻ്റെ ബോഡി ഡിസൈനാണ്. അത് തന്നെയാണ് ഞാൻ ഈ പടത്തിലോട്ട് വരാൻ കാര്യം. ജയിലറിന് ശേഷം ചേട്ടൻ ചെയ്യുന്നൊരു പടമാണ്. ചേട്ടൻ അതിനകത്ത് അൾട്ടിമേറ്റ് വില്ലനായിരുന്നു. അപ്പം അതിന് ശേഷം ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയൊരു സാധനം. ഞാൻ ഗോവയിലായിരുന്നു. അങ്ങനെ ഡയറക്ടറും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ലാസ്റ്റും കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 1-2 ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടായുള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് ചേട്ടാ, ഇയാൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത്. ഞാൻ ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. എൻ്റെ സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കൂല എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട്. ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല. എൻ്റെ ഏരിയ അല്ല അത്. തീരുമാനിക്കുന്നത് മാധവന് കാലിൽ ആണിരോഗമുണ്ടോ, മാധവന് ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ. ഒരു 50 വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം, ഇതൊക്കെയാണ് ചോദ്യം. അത് എനിക്ക് ക്ലിയറായിട്ട് ഇവർ എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് സ്ക്രിപ്റ്റല്ലേ കഥ ഇവർ പറയുമ്പോൾ തന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. മറ്റേ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെട്ടില്ല. ചേട്ടാ, സുരാജുമായിട്ടുള്ള കോമ്പിനേഷൻ, അപ്പോൾ ആ എക്സ്പീരിയൻസ്, ആ ജോഡി. സുരാജ് ഞാനൊരു ഏതൊരു ഷൂട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു പടത്തിൽ ഒരുമിച്ച് വന്നാന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വഴി. അപ്പോൾ സുരാജ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരേ റോട്ടിൽ തന്നെ അപ്പുറം താമസിക്കുന്നതാണ്. ആ പുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ അന്ന് കയറി പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അന്നാണ് ഒരു കുറച്ച് നേരം സംസാരിച്ചത്. പിന്നെ ഞാൻ സുരാജിനെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഈ പടമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ അന്ന് തന്നെ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഈ പടത്തിൽ വന്നപ്പോൾ പുള്ളി എന്നിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് സമയം കൊണ്ട്. അപ്പോൾ എനിക്കറിയാം പുള്ളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു. ദൈവം സഹായിച്ചതും നന്നായിട്ട് വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ചേട്ടാ, ഇതിൽ ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ, ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിലെ മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കളിയാക്കണേ നല്ല സത്യമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ പടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇതിൽ അങ്ങനെ ഡാൻസ് ഒന്നുമില്ല. മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറേ ഉള്ളൂ. തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ തെക്കും ഒരാൾ വടക്കും എന്നും പറയുന്ന പോലെ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പോലെ വടക്കേ വീട്ടുകാർ തെക്കേ വീട്ടുകാർ അത് തന്നെയാണ്. അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ചെറിയൊരു എനിക്ക് പടം അഭിനയിച്ചപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എവിടെയൊക്കെ ഇവർ തമ്മിൽ ചിലപ്പോൾ ഏതെല്ലാം
ചില രീതിയിൽ എന്തോ ബന്ധമുള്ളതായിട്ട് എനിക്ക് അഭിനയിച്ച് തീർത്തപ്പോൾ തോന്നി. അത് പക്ഷേ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അത് പടം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2 ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ? അത് വെരി സിമ്പിൾ. അത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളാണ് സുരാജ്, ഇത്തിരി ഡാർക്കായിട്ടുള്ള ഒരാളാണ് ഞാൻ. തെക്ക് വടക്ക് അത്രേ ഉള്ളൂ. മാധവൻ എന്ന ക്യാരക്ടർ ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒട്ടും ഇഷ്ടമല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ. ആ ടൈം, ആ കഴിക്കുന്ന ടൈം ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ്. ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ. ദാൽ റൈസ്, പ്രോൺസ് ഫ്രൈ ഫേവറേറ്റാണ്. എന്നും എവിടെ ചെന്നാലും ദാൽ റൈസ് പ്രോൺസ് ഫ്രൈ. തെക്ക് വടക്കുടനീളം തമാശയുള്ള ഒരു മൂവിയാണ്. തമാശയിലൂടെ കഥ പറയുന്ന മൂവിയാണ്. അപ്പം ചേട്ടൻ ഈ സിനിമയിൽ ഇഷ്ടമുള്ള കൊമേഡിയൻസ് ആരൊക്കെയാണ്? ഈ പടത്തിലാണോ മൊത്തം ഇൻഡസ്ട്രിയിലാണോ? മൊത്തം ഇൻഡസ്ട്രിയിൽ. എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരാജ് തന്നെ. ഈ പടത്തിലല്ല, ചേട്ടൻ പണ്ട് തൊട്ടേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോമഡിയൻ എന്നുള്ളൊരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും. കോമഡിയൻ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാനുള്ള? ആക്ടേഴ്സ് അല്ലേ? ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണ് അല്ലേ? അതല്ലേ ചോദ്യം? എനിക്ക് മാമുക്കോയ സാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ശങ്കരാടി സാറ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, തിലകൻ സാറ്, പിന്നെ നമ്മുടെ ആലപ്പുഴ നെടുമുടി വേണു ചേട്ടൻ. എനിക്കൊരു എന്താ പറയുക, ഇവരൊന്നും കോമഡിയൻ അല്ല കേട്ടോ. പക്ഷേ ഇവർ അഭിനയിച്ച അതാണ് ഈ കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനെയൊന്നും പറയരുത്, ഉപയോഗിക്കാനേ പാടില്ല. ആക്ടേഴ്സ്, അഭിനയിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് പറയേണ്ടത്. എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യമായതുകൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കാതിരുന്നതാണ്. എനിക്ക് ഗുണമായിട്ട് എന്നെ ഒന്ന് കുറച്ച് അഭിനയത്തിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത് നെടുമുടി വേണു ചേട്ടനും തിലകൻ സാറുമാണ്. ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ആ സമയം ഒത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു തിലകൻ സാറ്. അപ്പോൾ നമ്മൾ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി അങ്ങോട്ടും മാറില്ല. അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ആ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന കുറേ ക്ഷത്രിയങ്ങളിൽ അഭിനയിക്കും തമിഴ് പടത്തിൽ, അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ചേട്ടൻ ഈ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കാറുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും. കൂട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ബന്ധങ്ങളില്ലല്ലോ ഇപ്പോൾ. തമാശ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തമാശ. ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് കളയും, ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ച് കളയും. പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ആക്ടേഴ്സാണ്. ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ, മിമിക്രിക്കാരെന്ന് പറഞ്ഞ ലൈൻ, ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ, അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ, അതാരാണ്? അങ്ങനെയൊന്നുമില്ല അല്ലേ? തിലകൻ സാറും ഒടുവിൽ സാറും ഈ പറയുന്ന സാറന്മാരൊന്നും ഇല്ലെങ്കിൽ സ്റ്റാർസ് പോലും ഇല്ല. അതാണ് എൻ്റെ സത്യത. അതേപോലെ തെക്ക് വടക്കില് തമാശയുടെ എസൻസ് ഉണ്ടെങ്കിലും 2 ആൾക്കാരുടെ പോരും യുദ്ധമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കഥയുടെ ആ യുദ്ധ തന്ത്രം എന്താണ്? ലൈക്ക് ക്യാരക്ടേഴ്സിന് മൂവ് ചെയ്യുന്ന ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പേരെന്തപ്പാ ദേവ് വന്നപ്പോൾ ദേവുവിനൊരു 2 ചോദ്യം ദേവുവിൻ്റെ മനസ്സിലുണ്ട്. വേണോ വേണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ? വിനായകനാണ്, പരാന്തരാണ്, ഇയാളുടെ കൂടെ പോയിരുന്ന് ഇൻ്റർവ്യൂ ചെയ്ത വല്ലതും വിളിച്ച് പറയോ, അങ്ങനെ ഒരു 2 ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലാകണ്ട, ജീവിതം യുദ്ധമാണ്, വേണോ വേണ്ടേ, അത് തന്നെയാണ്. അത് ഈ പടത്തിലോട്ട് 2 വ്യക്തികളിലോട്ട് വന്നിട്ടുണ്ട്. അതായത് മാധവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലോട്ടും ശങ്കുണ്ണി എന്ന് പറഞ്ഞ 2 വ്യക്തിയിലോട്ടും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവർ സംസ്കൃതം പറയുന്നു, ഒരാൾ കരാട്ട പഠിക്കുമ്പോൾ മറ്റാൾ കളരി പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വോറ് ഇതിലുണ്ട് പടത്തിൽ. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ഏരിയ. ഒരു റിട്ടയർഡ് റിട്ടയർഡ് KSEB എഞ്ചിനീയർ, ആ വേർഡ് ഉപയോഗിക്കണം, റിട്ടയർഡ് KSEB എഞ്ചിനീയർ, കണക്കറിയാവുന്ന മനുഷ്യൻ അല്ലേ? അതെ, അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ. അപ്പൊ എന്ത് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എന്താണ് തോന്നിയത്? അതായത് ഈ ഈ ഈ മാധവനെ പോലെയുള്ള ആൾക്കാരോ? അതെ, മാധവനെ പോലുള്ള. അതെ, കാരണം യുദ്ധം എന്ന് പറയുന്ന സാധനം മനസ്സിലുണ്ട്. ഞാൻ ഇതിലെ യുദ്ധം, പക്ഷെ മാധവന്റെ കയ്യിലുള്ളത് വന്നത് ഞാൻ പറഞ്ഞ സിംഗിൾ യുദ്ധമല്ല, മാധവന്റെ മനസ്സിൽ മാത്രമുള്ളൊരു യുദ്ധമല്ല. ഈ യുദ്ധം ശരിക്കും മാധവനും ശങ്കുണ്ണിയും തമ്മിലുള്ള 2 വ്യക്തികളിൽ തന്നെ യുദ്ധം നടക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ എന്താ പറയുക, ഇസ്രായേലും ഹമാസും കൂടി യുദ്ധം പോലെ 2 വ്യക്തികളാണ്. അങ്ങനെയാണ്, അങ്ങനെയുള്ള യുദ്ധമാണ്.
പൊതുവെ ചേട്ടനെ ഒരു ദേഷ്യക്കാരനായിട്ടാണ് വെക്കുന്നത്. എന്തായിരിക്കും ചേട്ടാ കാരണം? എനിക്ക് ദേഷ്യക്കാരനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ ദേഷ്യം വരും. വെരി സിമ്പിൾ. ഓക്കെ. പരിപ്പ് കഴിക്കണം, അതിൻ്റെ മുമ്പിൽ ബീഫ് കറി വേണമെന്ന് വെച്ചിട്ട് എന്ത് കാര്യം? ചേട്ടാ രജനീകാന്തിന്റെ ജയിലർ, ചേട്ടൻ അതിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു. അപ്പോൾ ആ പടത്തിന് ശേഷം ചേട്ടന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ. ഇതിപ്പോൾ 50 പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത്ര ഹിറ്റായിപ്പോയി. ദൈവം സഹായിച്ച് നടന്നു. ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്. പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ, ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഷൂട്ടിങ് അത് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു ഇത്രയുള്ളൂ. പിന്നെ എൻ്റെ ഗെറ്റപ്പൊക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ. പെട്ടെന്ന് ആൾക്കാർ അതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു സെൽഫി അല്ലേന്ന്. ഇങ്ങനെ കഷണ്ടിയൊക്കെയായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട. രജനീകാന്തിനൊപ്പം അഭിനയിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണേണ് അഭിനയിക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വിറക്കണേണ്, പുള്ളിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ ഭാവമൊക്കെ ഇങ്ങനെ വിറക്കണം. ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വിനായകം വർമ്മൻ ഇല്ലേനാ എൻ്റെ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട്. അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ പിന്നെയും പറഞ്ഞതാണ്. പറ്റാവുന്ന അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലർ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യണ പടമാണിത്, തെക്ക് വടക്ക്. അപ്പോൾ ഒന്ന് ശ്രീമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട് ലാസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത്. റിട്ടയർഡ് KCB എഞ്ചിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ക്യാരക്ടർ. പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മൻ കഴിഞ്ഞിട്ട് മാധവൻ, വർമ്മന് ശേഷം മാധവൻ. അതാണ് ചേട്ടാ ഇപ്പോൾ കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ മലയാള പടം ഭയങ്കരമായിട്ട് പോപ്പുലർ ഹിറ്റാണ്. നാഷണൽ ലെവലിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. അപ്പം നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെ വിലയിരുത്തും? ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഒന്ന്, ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും TV എല്ലാം ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, കണ്ട് എല്ലാം മരിച്ചു. ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്, എൻ്റെ ഒരു ചിന്തയാണ്, ഇന്ത്യ മൊത്തം ഉള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട്. ഇപ്പം നാഷണൽ ലെവലിൽ OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാള പടത്തിന് ഉണ്ട്. അത് ഈ കൊറോണ ആയിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള ബാക്കിയുള്ള മലയാള പടം കാണാത്ത ആൾക്കാരെല്ലാം മലയാള പടം കണ്ടുപോയത്. അപ്പം മലയാള പടത്തിൻ്റെ ഒരു കണ്ടൻറ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട്. ഇപ്പം ഇറങ്ങി അടുത്ത ഹിറ്റായിരിക്കുന്ന എല്ലാ പടവും നോക്കി കോടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത്. കാശിൻ്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല, എല്ലാം പുതിയ പിള്ളേരാണ്. പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക കമ്മേഴ്സിൻ്റെ പവറാണ്. ചേട്ടാ മാല കണ്ടിട്ട് ചോദിക്കുവാണ്, ഓമിൻ്റെ ലോക്കറ്റ് പിന്നെ ജപമാല പോലെ തോന്നുന്നു, അപ്പോൾ വിശ്വാസിയാണോ? വിശ്വാസിയാണ്, വളരെ വിശ്വാസിയാണ്. അറിവ് ദൈവമായിട്ട് വിശ്വസിക്കുന്നവർത്തിനാണ്. അപ്പോൾ അറിവ് എല്ലാ ദിവസവും കിട്ടണേ എന്നുള്ള ഒരു അല്ലേ, നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അറിവ് കിട്ടണം. പിന്നെ കണക്കുകളുണ്ട് കുറേ. ഇത് വലിയൊരു ടോപ്പിക്ക്, എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല. ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ. ഞാൻ വളരെ വലിയ വിശ്വാസിയാണ്. ചേട്ടാ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് യൂത്താണ്. ആണ് എല്ലാം ലോകത്തിൻ്റെ അല്ലേ? അല്ലേ? അതെ. നമ്മുടെ അവർ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു. അതെ. അപ്പോൾ ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടണം എന്നുള്ളതല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത്. പഠിക്കൽ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂൾ എല്ലാം ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്.
വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാട് വിടുന്നത്. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക, സാംസ്കാരിക നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാൻ, അമ്മമാരെ, അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് അവരുടെ 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് പഠിക്കാനല്ല പോകുന്നത്. ഓക്കെ, പഠിക്കാനായിരിക്കാം. പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ, സ്പെഷ്യലി സ്ത്രീകൾ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇടാനുള്ള അല്ലേ, 2 പീസ് ഇട്ട് വർക്കിലേ പോകുമോ? പക്ഷേ 2 പീസ് ഇട്ട് നിങ്ങൾ അമേരിക്കയിൽ പോകണ്ടല്ലോ, ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ. എന്തുകൊണ്ടത് വർക്കിലല്ലേ നിങ്ങൾ 2 പീസ് ഇട്ട് കിടക്കാത്തത്? കണ്ടില്ലേ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ 2 പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക്? അത്രയൊന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം. വെറും പൊട്ട സമൂഹമാണ്. ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ 2 പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിടന്ന് നോക്കിയാൽ ചുറ്റിനും കിടന്ന് കറങ്ങും ആൾക്കാർ. മാന്യന്മാരാണ് കേട്ടോ, ഭയങ്കര മാന്യന്മാരാണ്. അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം, ജീവിക്കുക. ആയക്കൂടി ഇത്ര നാളുള്ളെന്ന് നമ്മൾ ഈ പറയണതൊക്കെ പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പോകും. എനിക്ക് അവാർഡ് കിട്ടിയിട്ട് 7 കൊല്ലം ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത്. എനിക്കധികം 7 കൊല്ലം സമയം അത്ര ഉള്ളൂ. മരണം വരെ സന്തോഷിക്കുക. അതുകൊണ്ടാണ് പിള്ളേർ പോകുന്നത്. നല്ല ക്വസ്റ്റ്യനായിരുന്നു. എൻ്റെ അറിവ് ഇതാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ. ചേട്ടൻ ഒരു സ്ത്രീവിരുദ്ധനാണോ? ചോദിക്കുമ്പോൾ തന്നെ പേടിപ്പിക്കണേയാണല്ലോ. എന്താണ് അങ്ങനത്തെ ചോദ്യം? എന്താ മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശം? സ്ത്രീവിരുദ്ധൻ എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ പറയാൻ കാര്യം? ചേട്ടാ, ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ചേട്ടനോടുള്ള സ്ത്രീകളുടെ ഒരു, അതായത് മറ്റുള്ളവർ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനല്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല. പുതിയ സ്ത്രീകളെ അങ്ങോട്ട് അടുപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. അത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും, എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും, എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും എൻ്റെ കൂടെ, ഈവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ, ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് വീണ്ടും ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല. ചേട്ടാ ഓൾറെഡി ഒരു പടം അനൗൺസ് ചെയ്തല്ലോ, ഡയറക്ഷൻ, അത് ഉടനെ പ്രതീക്ഷിക്കാവോ? ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡിയായി വന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം, ഞാൻ മുന്നേ പറഞ്ഞതാ, നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം. പക്ഷെ അത് എഴുതി വന്നപ്പോൾ ഒത്തിരി വലിയ പടം. പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം. മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക്, ഇതിപ്പോൾ പഴയത്, അഭിനയം, മെയിൻ ഹീറോ, മെയിൻ ക്യാരക്ടർ, മ്യൂസിക്, ഡയറക്ഷൻ, ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെ ആയിരിക്കും ആ പടത്തിൻ്റെ ചെയ്യണത്. വെരി സൂൺ ഉണ്ടാവും. ദൈവം സഹായിച്ച ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റർ. വെരി സൂൺ ഉണ്ടാകും. ചേട്ടാ 38 ദിവസത്തെ ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അഞ്ജന ടാക്കീസ് അല്ലേ, സ്റ്റുഡിയോ, ശ്രീകുമാറിൻ്റെ പ്രൊഡക്ഷനായിട്ട് വളരെ സന്തോഷമായിരുന്നു. ഫിലിപ്പ്, അഞ്ജന ഫിലിപ്പ്, ശ്രീകുമാർ, എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. കൃത്യമായിട്ട് എന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒന്നും പറയാനില്ല, കുറ്റം. നല്ലതായിരുന്നു, വളരെ നന്നായി. 38 ദിവസം ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ ഒരു സത്യം. ഞാൻ ശരി, പേരെന്താപ്പാ? മറന്നുപോയതാണ്. താങ്ക് യു. ഓക്കെ.